ഒരു ചേഞ്ച് ഓഫ് ലേബിലിറ്റി വരണമെങ്കിൽ, ലേബിലിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ, സൊസൈറ്റി അപ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു റെസൊല്യൂഷൻ പാസ് ആവണം. ആ റെസൊല്യൂഷൻ പാസ് ആവണമെങ്കിലോ ഒരു മീറ്റിംഗിൽ പ്രസന്റ് ആൻഡ് വോട്ട് ചെയ്തവരുടെ സെക്ഷൻ 3 ഇതിനെപ്പറ്റി പറയണം. നോട്ട് ചെയ്ത് വയ്ക്കുക സെക്ഷൻ 3. ഹായ് എവരിവൺ, വെൽക്കം ടു എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ് യൂട്യൂബ് ചാനൽ. ആം അൻഷിത. നമ്മുടെ എന്താണ് CSEBയുടെ എക്സാം അടുത്ത് വരികയാണല്ലേ. ഈ ഏപ്രിലിൽ തന്നെ CSEBയുടെ അടുത്ത എക്സാം കാണും. അതുപോലെ തന്നെ ഏപ്രിലിൽ വേറൊരു പ്രത്യേകത എന്താ, CSEBയുടെ എക്സാം മാത്രമല്ല ഏപ്രിലിൽ നമ്മളെ കാത്തിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ്, നമ്മുടെ KRFEDന്റെ എക്സാം, അതുപോലെ തന്നെ അപ്പെക്സ് സൊസൈറ്റീസിന്റെ ക്ലർക്കിന്റെ എക്സാം, ഇതൊക്കെ എപ്പോൾ ഉണ്ട്, ഏപ്രിലിൽ വരുന്നുണ്ട്. ഏപ്രിൽ 23 സെയിം ഡേറ്റിന് തന്നെയാണ് KRFEDന്റെയും അതുപോലെ തന്നെ അപ്പെക്സ് സൊസൈറ്റീസിലോട്ടുള്ള ക്ലർക്കിന്റെയും എക്സാം വരുന്നത്. അപ്പൊ ഏപ്രിൽ മാസം നമ്മളെ സംബന്ധിച്ച് എന്താ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മന്ത് തന്നെയാണ്. അവിടെ 3 എക്സാംസ് നമുക്ക് അടുപ്പിച്ച് വരുന്നുണ്ട്. ഈ ഒരു കോപ്പറേഷൻ പഠിക്കുന്നവരെ സംബന്ധിച്ച്, സഹകരണ മേഖലയിൽ ജോലി നേടാനായിട്ട് നോക്കുന്നവരെ സംബന്ധിച്ച് 3 എക്സാം വരുന്നുണ്ട്. അപ്പൊ അതൊരു സുവർണ അവസരം തന്നെയാണ്. അത് കഴിഞ്ഞ് JCAയുടെ എക്സാം വരുന്നുണ്ട്. അതുപോലെ CSEB നോട്ടിഫിക്കേഷൻസ് വരും. അപ്പൊ ഈ വർഷം നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ അതനുസരിച്ച് നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ടിപ്സും ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് എൻട്രി നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് കോപ്പറേറ്റീവ് ലോയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ്. കോപ്പറേറ്റീവ് ലോയെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് PSCയുടെ എക്സാംമെന്റ് ഈ ഒരു വർഷം PSCയിലെ എക്സാംസ് ഉണ്ടാവും സഹകരണ മേഖലയിൽ. അതുപോലെ തന്നെ CSEB എക്സാംസും ഉണ്ട്. അപ്പൊ അത് രണ്ട് നോക്കിയാലും എന്താ, കോപ്പറേറ്റീവ് ലോ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ്ജക്റ്റ് തന്നെയാണ് പഠിക്കാൻ. കാരണം JCAയിലും അതുപോലെ KRFEDനാണെങ്കിലും CSEBയിലാണെങ്കിലും ഈ കോപ്പറേറ്റീവ് ലോയിൽ നിന്ന് വളരെയധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കോപ്പറേറ്റീവ് ലോയിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നും. ഈ കോപ്പറേറ്റീവ് ലോയുടെ പ്രത്യേകത എന്താ, കോപ്പറേറ്റീവ് ലോ നമ്മൾ നന്നായിട്ട് പഠിക്കാൻ പാടാണ്. സെക്ഷൻസും റൂൾസ് ഒക്കെ കുറേ ഉണ്ട്. അതൊക്കെ നന്നായിട്ട് പഠിക്കാന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. പക്ഷെ ഇത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നല്ലൊരു മാർക്ക് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ CSEBയിൽ നോക്കിക്കഴിഞ്ഞാൽ 10 മാർക്കിലാണ് കോപ്പറേറ്റീവ് ലോയിൽ ക്വസ്റ്റ്യൻസ് വരുന്നെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് 10 ഒരു 9.5 വരെയൊക്കെ, ചിലവർ 10 വരെ മാർക്ക് മേടിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് മാർക്ക് ഉറപ്പാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ മാർക്ക് ഉറപ്പിക്കാം. നമുക്ക് അപ്പൊ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനേക്കാളും മുമ്പ് നിങ്ങൾക്ക് JCAയുടെയും അതുപോലെ CSEBയിലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. JCAയ്ക്കും CSEBയ്ക്കും നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എൻട്രി നിങ്ങൾക്കായി JCAയുടെയും CSEBയുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് JCAയുടെയും അതുപോലെ CSEBയുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടുന്നതാണ്. അപ്പൊ മറക്കാതെ ചെയ്യുക. ആൻഡ് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, when did the first cooperative credit societies act came in India? ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്നാണ് ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് വന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A 25/3/1904, ഓപ്ഷൻ B 1/3/1912, ഓപ്ഷൻ C 23/11/1915, ഓപ്ഷൻ D 15/5/1969. അപ്പൊ എന്നായിരിക്കും ആദ്യമായിട്ട് ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് വന്നത് ഇന്ത്യയിൽ? വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ മിക്കവരും തെറ്റിക്കാറുണ്ട്. ഇത് ചോദിച്ചും കാണാറുണ്ട്. PSCയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ 2-3 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട് മാർക്കറ്റ് ഫെഡിന്റെ ഒക്കെ എക്സാംസിന്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും? ആൻസർ ഏതാണ് വരിക? A ആണോ, B ആണോ, C ആണോ, D ആണോ വരിക? When did the first cooperative credit societies act came in India? ഇന്ത്യയിൽ ആദ്യമായിട്ട് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് എന്നാണ് നിലവിൽ വന്നത്? ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക 25/3/1904. 1904 ആദ്യമായിട്ട് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ആക്ട് വന്നത്. അത് തന്നെയാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ടും. കാരണം 1904 25/3/1904 വന്നത്. പിന്നെ ഈ ആക്ടിന്റെ പ്രത്യേകത എന്താ? ഈ ആക്ട് അനുസരിച്ച് ക്രെഡിറ്റ് സൊസൈറ്റീസിന് മാത്രമാണ് എന്താ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസിന് പറ്റില്ലായിരുന്നു. ക്രെഡിറ്റ് സൊസൈറ്റീസിന് മാത്രമായിരുന്നു പറ്റുള്ളൂ. അതുപോലെ ഈ ഒരു ആക്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ഗുണങ്ങളെ പോലെ തന്നെ ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ട് മോഡിഫൈ ചെയ്ത് 1912 പുതിയൊരു ആക്ട് കൊണ്ടുവന്നു. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 കൊണ്ടുവന്നത് 1/3/1912. അത് കഴിഞ്ഞ് നമ്മുടെ ഇപ്പോഴത്തെ ആക്ട്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കൊണ്ടുവന്നതോ 1967 15/5/1967 ഇപ്പോഴത്തെ പുതിയ ആക്ട് കൊണ്ടുവന്നത്. ഓക്കെ,
അപ്പൊ ഇത്രയും നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് കെയിം ഇൻ ഇന്ത്യ ഇൻ 25/3 1904 ആണ് ആൻസർ വരിക. ആ 1904 ആക്ടിനെ പറ്റി ഉള്ള പോയിന്റ്സ് ഒക്കെ നോക്കി വെക്കുക. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ 1912 ആക്ടിനെ പറ്റി നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. നമുക്ക് ഈ ഒരു കോപ്പറേറ്റീവ് ലോനെ സംബന്ധിച്ച് സെക്ഷൻസും റൂൾസും മാത്രം പഠിച്ചാൽ പോരാ. അതിനു മുമ്പ് നമുക്കറിയാം കോപ്പറേഷൻ എങ്ങനെ വന്നു, ഫെഡറൽ കോൾസ് ആൻഡ് റിപ്പോർട്ട്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം പോവാൻ. അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മദ്രാസ് പ്രൊവിൻസ് പാസ്ഡ് ഇറ്റ്സ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ. മദ്രാസ് പ്രൊവിൻസ് അവരുടെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ സ്റ്റേറ്റിലെ എന്നാണ് പാസ്സാക്കിയത്? ഓപ്ഷൻ എ 1919, ഓപ്ഷൻ ബി 1925, ഓപ്ഷൻ സി 1932, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? ഏതായിരിക്കും? മദ്രാസ് പ്രൊവിൻസ് പാസ്ഡ് ഇറ്റ്സ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഏത് വർഷമായിരിക്കും? 1919 ആണോ, 1925 ആണോ, 1932 ആണോ, നൺ ഓഫ് ദിസ് ആണോ? ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കും വരിക? ആൻസർ വരിക ഓപ്ഷൻ സി 1932 ആണ്. 1932 മദ്രാസ് പ്രൊവിൻസ് അവരുടെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ആക്ട് കൊണ്ടുവന്നത്. 1925 1925 ബോംബെ പ്രൊവിൻസ് ആണ് ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റിനെ വെച്ച് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ കൊണ്ടുവന്നത്. 1925 ബോംബെ ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് മദ്രാസ് പ്രൊവിൻസ് എന്നാണ് കൊണ്ടുവന്നത്? 1932 കൊണ്ടുവന്നത്. നോട്ട് ചെയ്ത് വയ്ക്കാട്ടോ ഇയർ. ബോംബെ പ്രൊവിൻസ് 1925, അതുപോലെ 1932 മദ്രാസ് പ്രൊവിൻസ്. മൊണ്ടേക്ക് 1990 റെക്കമെൻഡ് ചെയ്തത് ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ട് ലെജിസ്ലേഷൻ വേണമെന്ന്, കോർപ്പറേഷൻ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആക്കണമെന്ന് മൊണ്ടേക്ക് 1990 റെക്കമെൻഡ് ചെയ്തത്. അത് കഴിഞ്ഞ് 1925 ബോംബെ പ്രൊവിൻസിൽ ഒരു ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ വന്നു. അത് കഴിഞ്ഞ് 1932 മദ്രാസ് പ്രൊവിൻസിൽ വന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. അതുപോലെ ബോംബെനെയും മദ്രാസിനെ പറ്റി, പ്രൊവിൻസിനെ പറ്റി പഠിക്കുക. അതുപോലെ മദ്രാസ് പ്രൊവിൻസിന്റെ കീഴിലായിരുന്നു നമ്മുടെ ഏതൊക്കെ മലബാറൊക്കെ വന്നത്. നമുക്കറിയാം കൊച്ചിൻ, അതായത് ഈ ഒരു 1967 ആക്ട് വന്നേക്കാളും മുമ്പ് നമ്മുടെ കേരളത്തിലെ 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചാണ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. കൊച്ചിൻ, ട്രിവാൻഡ്രം, പിന്നെ ഏതാണ്? മലബാർ. അപ്പൊ ഈ മലബാറിലെ ആക്ട് എന്ന് പറഞ്ഞാൽ മലബാറിൽ ഈ മദ്രാസ് പ്രൊവിൻസിന്റെ കീഴിലായിരുന്നു മലബാറിലും കാസർഗോഡ് താലൂക്കിലൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. നോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് റിലേറ്റഡ് ടു മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്? മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഫസ്റ്റ് സഹകരണ പ്രബോധിനി, സെക്കൻഡ് പരസ്പര സഹായി, തേർഡ് സമൃദ്ധി കാർഡ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞേ? മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് നമുക്കറിയാം മലബാറിലാണ്. മലബാറിൽ ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ഇവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി പരസ്പര സഹായി ആണ്. പരസ്പര സഹായി എന്താണ്? മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ മന്ത്ലി ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ ആയിരുന്നു പരസ്പര സഹായി. ഓർത്തു വയ്ക്കുക. അതുപോലെ സഹകരണ പ്രബോധിനി എന്താണ്? കൊച്ചിൻ കോപ്പറേറ്റീവ് യൂണിയന്റെ മന്ത്ലി പബ്ലിക്കേഷൻ ആയിരുന്നു സഹകരണ പ്രബോധിനി. ഓക്കെ, അതുപോലെ സമൃദ്ധി കാർഡോ? സമൃദ്ധി കാർഡ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇഷ്യൂ ചെയ്ത കാർഡാണ് സമൃദ്ധി കാർഡ്. ഓർത്തു വെക്കുക. ഇത് 3 ഒരെണ്ണം പരസ്പര സഹായി മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആയിട്ട് റിലേറ്റ് ചെയ്ത്, സഹകരണ പ്രബോധിനി ഏതായിട്ട് റിലേറ്റ് ചെയ്താണ്? സഹകരണ പ്രബോധിനി വരിക. സഹകരണ പ്രബോധിനി നമ്മുടെ കൊച്ചിൻ കോപ്പറേറ്റീവ് യൂണിയൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞാണ്. സമൃദ്ധി കാർഡ് ട്രാവൻകൂറിന് കീഴിൽ വരുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെയാണ് സമൃദ്ധി കാർഡ് വരുന്നത്. ട്രാവൻകൂറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം അല്ലെ, ട്രാവൻകൂറിൽ ആക്ട് വന്നത് എന്നാണ്? ആക്ട് വന്നത് 1940 1914 ആക്ട് വന്നു. 1914 ആക്ട് വന്ന ശേഷം അവിടെ 1915 എന്ത് വന്നത്? 1915 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വന്നത്. അത് കഴിഞ്ഞ് അതിന് എന്താക്കി? ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ആക്കി അല്ലെ. 1943 ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആക്കി. അത് കഴിഞ്ഞോ 1954 എന്ത് സംഭവിച്ചു? 1954 ട്രാവൻകൂർ കോപ്പറേറ്റീവ് ബാങ്കിനെ ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് ബാങ്ക് ആക്കി. അത് കഴിഞ്ഞോ ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് ബാങ്കിനെ 1956 കേരള സ്റ്റേറ്റ്
കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആക്കി. അത് കഴിഞ്ഞ് 2019 ഈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ ബാക്കിയുള്ള 13 ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ലയിപ്പിച്ച് കേരള ബാങ്ക് വന്നത് 2019. അപ്പൊ ഈ ഇയേഴ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കാട്ടോ. ഇയേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ കൊച്ചിൻ മേഖലയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൊച്ചിനിൽ വന്ന ഓൾഡസ്റ്റ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്ക് ഏതാണ്? അതുപോലെ മലബാർ ഏരിയയിൽ എടുത്തു നോക്കിയാൽ മലബാറിൽ ഓൾഡസ്റ്റ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്ക് ഏതാണ്? അതൊക്കെ ചോദിക്കാം. ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്യാം. മലബാറിൽ ഏതാണ്? കൊടുവായൂർ ഐക്യനാണയ സംഘമാണ്. അല്ലെങ്കിൽ ഇപ്പൊ അതിന് എന്ത് പേരിൽ അറിയപ്പെടും? കൊടുവായൂർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. 1914 ഫോം ചെയ്തത്. 1913 എന്താ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇതൊക്കെ നോട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും കറന്റ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ബാങ്കാണത്, നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ സഹകരണ പ്രബോധിനി കൊച്ചിൻ കോപ്പറേറ്റീവ് യൂണിയൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇതൊക്കെ ഇയറും ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മുടെ സെക്ഷനും റൂൾസും മാത്രം, ലോ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുമ്പോൾ സെക്ഷനും റൂൾസും മാത്രം പഠിച്ചാൽ പോരാ. ഇതുപോലെയുള്ള അതിന്റെ ബാക്കിൽ നടന്ന, അതായത് 1969 ആക്ട് ആണെങ്കിലും വരുന്നേക്കാളും മുമ്പ് നടന്ന കാര്യങ്ങളും, അതുപോലെ 1904 ആക്ട് വന്നേക്കാളും മുമ്പ് നടന്ന കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ചോദിച്ചു കണ്ടിട്ടുണ്ട്. PSCയിൽ അത് കുറച്ചധികം ചോദിച്ചു കണ്ടിട്ടുണ്ട്, CSEB ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് അത് പഠിച്ചിട്ട് തന്നെ പോവാട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂൾസ് ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് ആക്ട് എന്നാണ് കൊണ്ടുവന്നതെന്നൊക്കെ നമ്മൾ നോക്കി. അപ്പൊ അതിന്റെ റൂൾസ് എന്നാണ് കൊണ്ടുവന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 15/5/1969, ഓപ്ഷൻ ബി 12/5/1969, ഓപ്ഷൻ സി 21/7/1969, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? ഇവിടെ ഏതായിരിക്കും ആൻസർ വരിക? റൂൾസ് ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ വരിക? ഏതായിരിക്കും വരിക ഇവിടെ ആൻസർ ആയിട്ട്? ഏതാണ് വരിക? ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരിക? 1969 ആക്ടും വന്നത് സെയിം ഡേറ്റ് ആണ് നമുക്കറിയാം. ഓക്കെ, റൂൾസ് അപ്പൊ എന്നായിരിക്കും ഇവിടെ ആൻസർ വരിക? നൺ ഓഫ് ദിസ് ആണ്. നൺ ഓഫ് ദിസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. കാരണം എന്താണ്? 14/7/1969 റൂൾസ് വന്നത് കേട്ടോ. 14/7/1969 റൂൾസ് വന്നത്. നോട്ട് ചെയ്യുക, 14/7/1969 റൂൾസ് വന്നത്. ഓക്കെ, ഒരിക്കലും മാറിപ്പോരുത്. റൂൾസ് എന്നാണ് വന്നത്? 14/7/1969 ചോദിച്ചിട്ടുണ്ട്, ഓർത്തു വെക്കുക. അതുപോലെ റൂൾസും സെക്ഷൻസും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. സെക്ഷൻസും റൂൾസും 1969 ആക്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര സെക്ഷൻസ് ഉണ്ട്? 110 സെക്ഷൻസ് ഉണ്ട്, 201 റൂൾസ് ഉണ്ട് അല്ലെ? 110 സെക്ഷൻസും 201 റൂൾസും ഉണ്ട്. അതുപോലെ സെക്ഷൻസിൽ ചാപ്റ്റേഴ്സ്, റൂൾസിലുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ സെക്ഷൻസിലും റൂൾസിലും വരുന്ന എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് റൂൾസിൽ നിങ്ങൾ എന്താ കൂടുതൽ ഇത്തവണ ഫോക്കസ് കൊടുക്കണം. റൂൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്? റൂൾസ് മിക്കവാറും ഇപ്പൊ കുറച്ച് കൂടുതലായിട്ട് ചോദിച്ച് കാണാറുണ്ട്. റൂൾസ് പണ്ട് സെക്ഷൻസ് തന്നെ നമ്മൾ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ എന്താ അതിൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യായിരുന്നു. ഇപ്പൊ റൂൾസിൽ നിന്നും കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആസ് പെർ ദ അമെൻമെന്റ് ഇൻ 1993 റൂൾസ് ഫ്രം ഡാഷ് ടു ഡാഷ് വർ ഡിലീറ്റഡ്. അതായത് നമ്മുടെ 1993 നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അമെൻഡ് ചെയ്തു. അപ്പോൾ 1993 7th അമെൻമെന്റ് ആയിരുന്നു കേട്ടോ. അത് 7th അമെൻമെന്റ്. ആ 7th അമെൻമെന്റ് നടന്നപ്പോ ഏത് റൂൾസ് ആണ് ഡിലീറ്റ് ആക്കിയത്? ഏത് റൂൾസ് തൊട്ട് ഏത് റൂൾസ് വരെയാണ് ഡിലീറ്റ് ആക്കിയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 160 to 164, ഓപ്ഷൻ ബി 150 to 155, ഓപ്ഷൻ സി 171 to 175, ഓപ്ഷൻ ഡി 192 to 196. അപ്പൊ ഏത് റൂൾസ് ആയിരിക്കും ഡിലീറ്റ് ആക്കാനുള്ള ചാൻസ്? ഏതായിരിക്കും? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ഇവിടെ ആൻസർ ആയിട്ട് വരിക? ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇവിടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ അല്ല, പിന്നെ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. 171 to 175 വരെയുള്ള റൂൾസ് ആണ് 1993 7th അമെൻമെന്റിൽ നമ്മൾ ഡിലീറ്റ് ആക്കിയത്. 171ാമത്തെ റൂൾ തൊട്ട് 175ാമത്തെ റൂൾ വരെ എന്താ ഡിലീറ്റ് ആക്കി. ഇപ്പൊ അതില്ല. അതുപോലെ തന്നെ നമ്മുടെ കോർപ്പറേഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ 171 തൊട്ട് 175 വരെയുള്ള
റൂൾസ് ആണ് നമ്മുടെ 1993 7th അമെന്റ്മെന്റ് വന്നപ്പോൾ ഡിലീറ്റ് ആക്കിയത്, ഓർത്ത് വെക്കുക കേട്ടോ. ആസ് പെർ ദ അമെന്റ്മെന്റ് ഇൻ 1993 റൂൾസ് ഫ്രം 171 to 175 were deleted. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതുപോലെ നമ്മളെ റൂൾസിനും സെക്ഷൻസിനും ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, നിങ്ങൾ ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങളും നോക്കി പോവുക. അതുപോലെ നമ്മുടെ കാരണം JCAയിലാണെങ്കിലും അല്ലെങ്കിൽ JCAയുടെ എക്സാം സെപ്റ്റംബർ നവംബറിൽ വരും, അവിടെയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കേരഫിഡിന്റെ എക്സാം വരുന്നുണ്ട് ഏപ്രിലിൽ, അതുപോലെ CSEB എക്സാം ഏപ്രിലിൽ വരുന്നുണ്ട്, അടുത്ത നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഒരു 2-3 months കഴിഞ്ഞ് വീണ്ടും അടുത്ത എക്സാം ഉണ്ടാവും. അപ്പോൾ ആ എക്സാംസിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്, കോർപ്പറേറ്റീവ് ലോ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറേ അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കോപ്പറേറ്റീവ് ലോ ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും ഓഡിറ്റിംഗ് ആണെങ്കിലും അക്കൗണ്ടിങ് ആയാലൊക്കെ നമ്മൾ JCAയ്ക്കും അതുപോലെ CSEBക്ക് ഇമ്പോർട്ടൻസ് മാറി മാറി വരും ഓരോ സബ്ജക്റ്റിനും. അപ്പോൾ നമ്മൾ അതറിഞ്ഞ് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ എൻട്രിയിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് പാര ഓഫ് ദ KCS Act 1969. അതായത് ഫസ്റ്റ് പാര എന്ന് പറയുന്നത് എന്താണ്? KCS Act 1969 ഫസ്റ്റ് പാര എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ റൂൾസ്, ഓപ്ഷൻ ബി പ്രിയാമ്പിൾ, ഓപ്ഷൻ സി സെക്ഷൻ 1, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? ഫസ്റ്റ് പാര ഓഫ് ദ KCS Act 1969 എന്നറിയപ്പെടുന്നത് ഏതായിരിക്കും ആൻസർ വരിക? റൂൾസ് ആണോ, പ്രിയാമ്പിൾ ആണോ, സെക്ഷൻ 1 ആണോ, നൺ ഓഫ് ദിസ് ആണോ ആൻസർ ആയിട്ട് വരിക? ഫസ്റ്റ് പാര ഓഫ് KCS Act 1969 ഏതാണ്? പ്രിയാമ്പിൾ ആണ്. ഏത് ആക്ടിന്റെ ആണെങ്കിലും ഫസ്റ്റ് പാര എന്നറിയപ്പെടുന്ന ഏതാണ്? പ്രിയാമ്പിൾ ആണ്. ഓർത്തു വെക്കാട്ടത്, PSCയിൽ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ, നോട്ട് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് GK ലെവലിലാണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ബാങ്കിങ്ങിലാണെങ്കിലും കോർപ്പറേഷനിലായാലും ഞാൻ പറഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ പറ്റി പഠിക്കുമ്പോൾ ബാങ്കിങ്ങിലാണെങ്കിലും ഓരോന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. കാരണം അത് നിങ്ങൾക്ക് ഡബിൾ പോയിന്റ്സ് നേടാനായിട്ട് സാധിക്കും. CSEBയുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് എടുത്തൊക്കെ നിങ്ങൾക്ക് കാണാം. GKയിലും അതേ ക്വസ്റ്റ്യൻസ് കോർപ്പറേഷനിൽ നിന്നുള്ള, ഇപ്പൊ നബാർഡിനെ പറ്റിയൊക്കെ GKയിൽ ചോദിച്ചിരുന്നു. അത് നമ്മൾ ഓൾറെഡി കോർപ്പറേഷനിൽ പഠിക്കുന്നതാണ്. ഓക്കെ, അത് നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ്. അപ്പൊ GKയിൽ നമുക്ക് ആ ഒരു പോയിന്റും കൂടി ആ ഒരു മാർക്കും കൂടി നേടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതനുസരിച്ച് നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗവൺമെന്റ് മേ ബൈ ഡാഷ് ഓർഡർ കൺഫർ ഓൺ എനി പേഴ്സൺ ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ അണ്ടർ KCS Act. അതായത് KCS Actന്റെ കീഴിൽ രജിസ്ട്രാറുടെ പവർ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഏതോ ഒരു ഓർഡർ വെച്ച്, ചിലപ്പോൾ ഓർഡർ വെച്ച് എന്താണ്, ഏതെങ്കിലും ഒരാൾക്ക് കൈമാറാനായിട്ട് സാധിക്കുന്നു ഗവൺമെന്റിന്. ഓപ്ഷൻ എ ജനറൽ, ഓപ്ഷൻ ബി സ്പെസിഫിക്, ഓപ്ഷൻ സി ഐദർ എ ഓർ ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്പെസിഫിക് ആണോ ജനറൽ ഓർഡർ വെച്ചാണോ ഗവൺമെന്റിന് ഒരു പേഴ്സണ് ഏതെങ്കിലും ഒരാൾക്ക് രജിസ്ട്രാറുടെ പവേഴ്സ് കൊടുക്കാനായിട്ട് സാധിക്കുക? എങ്ങനെയായിരിക്കും ഗവൺമെന്റിന് സാധിക്കുക? എങ്ങനെയായിരിക്കും? ഇത് സെക്ഷൻ 3 ഇതിനെപ്പറ്റി പറയണേ, നോട്ട് ചെയ്ത് വെക്കുക. സെക്ഷൻ 3 ഇതിനെപ്പറ്റി പറയേണ്ടത്. സെക്ഷൻ 3 രജിസ്ട്രാറുമായിട്ട് ഡീൽ ചെയ്ത് പറഞ്ഞതാണ്. അപ്പൊ ഗവൺമെന്റ് ആണ് രജിസ്ട്രാറിനെ അപ്പോയിന്റ് ചെയ്യണമെന്ന് അവിടെ പഠിക്കാനുണ്ട്. അതുപോലെ ഈ ഒരു പോയിന്റ് കൂടി മെയിൻ ആയിട്ട് അവിടെ പഠിക്കാനുണ്ട് സെക്ഷൻ 3. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും ഗവൺമെന്റ് ഏതെങ്കിലും ഒരാൾക്ക്, ഏതെങ്കിലും ഒരു പേഴ്സണ് ഈ ഒരു രജിസ്ട്രാറുടെ പവർ കൊടുക്കുക? എങ്ങനെയായിരിക്കും? സ്പെഷ്യൽ ഓർഡർ വെച്ചാണോ, അതോ ജനറൽ ഓർഡർ വെച്ചാണോ, അതോ ഇതിൽ ഏതെങ്കിലും വെച്ചാണോ, അതോ നൺ ഓഫ് ദിസ് ആണോ? ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ ജനറൽ ഓർഡർ അല്ല, പിന്നെ സ്പെഷ്യൽ ഓർഡർ ആയിരിക്കോ? ബൈ സ്പെഷ്യൽ ഓർഡർ ആണോ ഒരു പേഴ്സണ് രജിസ്ട്രാറിന്റെ പവർ കൊടുക്കാൻ പറ്റുക? ഏതാണ്? ഐദർ എ ഓർ ബി. ഇതിൽ രണ്ടിലും ഏതെങ്കിലും മതി. ഓക്കെ, ഇത് രണ്ടും സ്പെസിഫിക് ആയിട്ട് വേണമെന്നില്ല, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി. അതായത് ദ ഗവൺമെന്റ് മേ ബൈ സ്പെഷ്യൽ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ കൺഫർ ഓൺ എനി പേഴ്സൺ ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ അണ്ടർ KCS Act ആണ് ആൻസർ വരിക. പിന്നെ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ വേറൊരു രീതിയിലും ചോദിച്ചു കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക്. എങ്ങനെയാണ്? ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, ദ ഗവൺമെന്റ് മേ ബൈ ജനറൽ ഓർ സ്പെസിഫിക് ഓർഡർ കൺഫർ ഓൺ കഴിഞ്ഞ ഡാഷ് ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ അണ്ടർ KCS Act എന്ന് പറഞ്ഞ് ചോദിക്കാം. ഇവിടെ എനി പേഴ്സൺ തരില്ല. എന്നിട്ട് അതിന് പകരം ഓപ്ഷൻ എയിൽ പ്രസിഡന്റ്, ഓപ്ഷൻ ബിയിൽ സെക്രട്ടറി, ഓപ്ഷൻ ഡിയിൽ ഓപ്ഷൻ സിയിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ, ഓപ്ഷൻ ഡിയിൽ നൺ ഓഫ് ദിസ് വന്ന എനി പേഴ്സൺ തരും. അപ്പൊ എന്താ ആൻസർ വരിക? എനി പേഴ്സൺ ആണ് ആൻസർ വരിക കേട്ടോ. പ്രത്യേകമായിട്ട് ഒരാളെന്നില്ല, എനി പേഴ്സൺ ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇവിടെ എനി പേഴ്സണ് പകരം
ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലൊന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് എന്താ 2 ക്വസ്റ്റ്യൻസ് ചാൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടി. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻസ് കിട്ടി. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ വേണം നോക്കാൻ. പ്രത്യേകിച്ച് കോപ്പറേറ്റീവ് ലോയിലൊക്കെ എന്താ ഉള്ള ബാങ്കിങ്ങിലൊക്കെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി അതിൽ നിന്ന് നമുക്ക് 5 to 6 പോയിന്റ്സ് തന്നെ കിട്ടും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതുപോലെ ഞാൻ പറഞ്ഞത് മറക്കണ്ട, JCAയുടെയും CSEBയുടെ ഒക്കെ ഏതൊരു എക്സാം ആണെങ്കിലും ഏത് എക്സാം ആണെങ്കിലും നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എൻട്രി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടാനായിട്ട് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് JCAയുടെയും CSEBയുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടുന്നതായിരിക്കും. മറക്കാതെ തന്നെ ചെയ്യുക. ഓക്കെ, next question, 8th question. The application for the registration shall be accompanied by dash copies of the proposed bylaws by the society. അതായത് സൊസൈറ്റി ഒരു ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ അത് എത്ര കോപ്പീസ് ഓഫ് പ്രപ്പോസ്ഡ് ബൈലോസ് ആണ് വേണ്ടത്? ഓപ്ഷൻ A 1, ഓപ്ഷൻ B 2, ഓപ്ഷൻ C 3, ഓപ്ഷൻ D 4. എത്ര കോപ്പീസ് ആണ്? ബേസിക് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ മിക്കവാറും CSEBയിൽ ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചു കാണാറുണ്ട്. എത്ര കോപ്പീസ് ആണ് വേണ്ടേ? അതായത് ഒരു രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ എത്ര പ്രപ്പോസ്ഡ് ബൈലോസിന്റെ എത്ര കോപ്പീസ് ആണ് അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് അയക്കേണ്ടത്? എത്രയാണ് ആൻസർ വരിക? ഓപ്ഷൻ C 3 കോപ്പീസ് ആണ് ആൻസർ വരിക. ഈ ഒരു പ്രപ്പോസ്ഡ് ബൈലോസിന്റെ 3 കോപ്പീസ് വെച്ച് വേണം എന്താ ഈ ഒരു രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി. അപ്പോൾ ദ ആപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഷാൽ ബി അക്കമ്പനീഡ് ബൈ 3 കോപ്പീസ് ഓഫ് ദ പ്രപ്പോസ്ഡ് ബൈലോസ് ഓഫ് ദ സൊസൈറ്റി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. സെക്ഷൻ 6 ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്താ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആപ്ലിക്കേഷനിൽ എത്ര എത്ര ഇൻഡിവിജ്വൽസ് വെച്ചായിരിക്കണം നമ്മൾ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാൻ? ഓക്കെ, എത്ര ഇൻഡിവിജ്വൽസിന്റെ റിക്വസ്റ്റ് വേണം? 25 ഇൻഡിവിജ്വൽസ് വേണം. ആ 25 പേരും എന്താ ഡിഫറെന്റ് ഫാമിലി ആയിരിക്കണം. ഓക്കെ, ഡിഫറെന്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരിക്കലും വേറൊരാളായിട്ട് ഫാദർ അല്ലെങ്കിൽ ബ്രദർ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഫാദർ അല്ലെങ്കിൽ സ്റ്റെപ്പ് മദർ അതുപോലത്തെ റിലേഷൻ ഒന്നും പാടില്ല. ഓക്കെ, റിലേഷൻ ഒക്കെ എന്താണെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിഫറെന്റ് ഫാമിലി എന്നുള്ളവരായിരിക്കണം എന്താ ഡിഫറെന്റ് ഫാമിലി എന്നുള്ള 25 മെമ്പേഴ്സ് 25 ഇൻഡിവിജ്വൽസിന്റെ ഒരു 25 ഇൻഡിവിജ്വൽസിന്റെ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ റിക്വസ്റ്റ് വേണം. അത് വെച്ച് വേണം ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി. അതുപോലെ 3 കോപ്പീസ് ഓഫ് പ്രപ്പോസ്ഡ് ബൈലോസ് ഓഫ് ദ സൊസൈറ്റി വേണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് രജിസ്ട്രാർ റെഫ്യൂസസ് ടു രജിസ്റ്റർ എ സൊസൈറ്റി, അതായത് രജിസ്ട്രാർ എന്താ ആ ഒരു സൊസൈറ്റിനെ രജിസ്റ്റർ ചെയ്യുന്നതിന് എന്താ റെഫ്യൂസ് ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹി ഷാൽ കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ ഓഫ് റെഫ്യൂസൽ വിത്തിൻ. ആ ഒരു റെഫ്യൂസൽ ചെയ്ത കാര്യം ആ ഒരു റെസ്പെക്റ്റീവ് സൊസൈറ്റിനെ എത്ര ദിവസം കൊണ്ട് അറിയിക്കണം? വിത്തിൻ ഡാഷ് ഡേയ്സ്. എത്ര ദിവസം കൊണ്ടാ? ഓപ്ഷൻ A 30, ഓപ്ഷൻ B 70, ഓപ്ഷൻ C 90, ഓപ്ഷൻ D 60. അപ്പൊ എത്ര ദിവസം കൊണ്ട് അറിയിക്കണ്ടേ? എത്ര ദിവസം കൊണ്ടായിരിക്കും അറിയിക്കണ്ടേ? 30 ആണ്. 30 ദിവസമാണോ, 7 ദിവസമാണോ, 60 ദിവസമാണോ, അതോ 90 ദിവസമാണോ? ഇവിടെ വരിക 7 days ആണ്. 7 daysനുള്ളിൽ എന്താ അറിയിക്കണം? അതായത് ഒരു രജിസ്ട്രാർ ഒരു രജിസ്റ്റർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ സൊസൈറ്റി അയച്ച് അതിനെ റെഫ്യൂസ് ചെയ്താൽ 7 ദിവസം കൊണ്ട് റെഫ്യൂസ് ചെയ്ത് 7 ദിവസം കൊണ്ട് എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ ഇപ്പൊ രജിസ്ട്രാർക്ക് ഒരു ആപ്ലിക്കേഷൻ കിട്ടി. ആ ആപ്ലിക്കേഷൻ എത്ര ദിവസം കൊണ്ടാ ഡിസ്ക്ലോസ് ചെയ്യണ്ടേ? 90 days. 90 daysനുള്ളിൽ എന്താ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഒരു ആപ്ലിക്കേഷൻ റെഫ്യൂസ് ചെയ്യണോ അല്ലെങ്കിൽ എന്താ ആക്സെപ്റ്റ് ചെയ്യണോന്ന് 90 daysനുള്ളിൽ തീരുമാനിക്കണം. അത് കഴിഞ്ഞ് റെഫ്യൂസ് ആണ് ചെയ്യുന്നെങ്കിൽ 7 daysനുള്ളിൽ എന്താ അത് അവരെ അറിയിക്കണം കേട്ടോ. 7 daysനുള്ളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റെഫ്യൂസ് ചെയ്തു അതിന്റെ റീസണും അറിയിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരിക 7 ആണ്. ഇഫ് രജിസ്ട്രാർ റെഫ്യൂസസ് to register a society, he shall communicate the order of refusal within 7 days. അതുപോലെ റീസണും പറഞ്ഞിരിക്കണം. ഓക്കെ, ഇത് സെക്ഷൻ 7 ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. റിലേറ്റഡ് ടു രജിസ്ട്രേഷൻ. ഈ ഒരു ക്വസ്റ്റ്യനും രജിസ്ട്രേഷനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. രജിസ്ട്രേഷനായിട്ട് റിലേറ്റ് ചെയ്തു കഴിഞ്ഞ എക്സാമിന് മുമ്പ് നടന്ന എക്സാമിൽ കുറെ അധികം ക്വസ്റ്റ്യൻ രജിസ്ട്രാർ ആപ്ലിക്കേഷൻ ടു രജിസ്ട്രേഷൻ അതായിട്ട് റിലേറ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ ഡേയ്സ് ഒക്കെ പഠിച്ചില്ലേ, അതൊക്കെ വെച്ച് ചോദിച്ചിരുന്നു. ഈ ഡിസ്ക്ലോസ് രജിസ്ട്രാർ എത്ര ദിവസം കൊണ്ടാണ് ഒരു ആപ്ലിക്കേഷൻ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിരുന്നു.
അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ കുറെ പേർക്ക് എന്താ എഴുതാൻ പറ്റി, കുറെ പേർക്ക് എന്ത് പറ്റി, ചിലവർ ഇത് എളുപ്പമല്ലോ പഠിക്കുന്നത്. അല്ല, ആദ്യം പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും പഠിക്കാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷൻസ് ഒക്കെ നമ്മൾ എന്താ നന്നായിട്ട് പഠിക്കും. പക്ഷെ അത് കഴിഞ്ഞ് എന്താ പിന്നെ ലാസ്റ്റ് എക്സാമിന്റെ ടൈം ആകുമ്പോൾ ടെൻഷനായിട്ട് ബാക്കി നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളിലോട്ട് പോകും. പഠിച്ചതൊക്കെ എന്താ ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞ് വയ്ക്കും. അപ്പൊ ചിലവർക്ക് എന്താ ഇത് കൺഫ്യൂഷൻ ആയിപ്പോയി. ആ ഒരു എക്സാമിന് 2-3 ഡേയ്സ് മുമ്പ് നോക്കിയില്ല. അപ്പൊ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോ എന്താ ഇതിന്റെ ആൻസർ അറിയാം, പക്ഷെ ആൻസറിൽ കൺഫ്യൂഷൻസ്, ഇത് ഞാൻ പഠിച്ചതാണ് പക്ഷെ കൺഫ്യൂഷൻ വന്നു. അങ്ങനെ കുറെ പേരുടെയൊക്കെ തെറ്റിപ്പോയിരുന്നു. 90ക്ക് പകരം 60 എഴുതിയവരുണ്ട്, 60ക്ക് പകരം 30, 90 ഒക്കെ എഴുതിയവരുണ്ട്. ഓക്കെ, അപ്പൊ നോട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എക്സാമിന് ഒരു 1 വീക്ക് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, അത്രയും പഠിച്ചതും വച്ചിട്ട് ബാക്കി ടൈം റിവൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. ഓക്കെ, പുതിയത് പഠിക്കാനുള്ള മാക്സിമം ആ ഒരു 1 വീക്കിൽ കുറയ്ക്കുക. നിങ്ങൾ നന്നായിട്ട് പഠിച്ച് തന്നെ റിവൈസ് ചെയ്യുക. കാരണം ഈ ഒരു ലോയിനെയും അതുപോലെ തന്നെ ഫോറിൻ കോർപ്പറേഷനൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ആഴ്ച തന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിയില്ലെങ്കിൽ അത് മറന്നു പോകാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. ഓക്കെ, നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. റിലേറ്റഡ് ടു രജിസ്ട്രേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്താണ്. ദ ആപ്ലിക്കന്റ് മേ മേക്ക് എ റെപ്രസെന്റേഷൻ ബിഫോർ, അതായത് ആപ്ലിക്കന്റ് എന്താ റെപ്രസെന്റേഷൻ കൊടുക്കുകയാണ്. അപ്പൊ അത് ആരുടെ മുമ്പിലാണ് കൊടുക്കുക? ഓപ്ഷൻ എ പ്രസിഡന്റ്, ഓപ്ഷൻ ബി രജിസ്ട്രാർ, ഓപ്ഷൻ സി ഗവൺമെന്റ്, ഓപ്ഷൻ ഡി ഐദർ ബി ഓർ സി. ആരുടെ മുമ്പിലായിരിക്കും റെപ്രസെന്റേഷൻ കൊടുക്കുക? അതായത് ഇപ്പൊ 90 ഡേയ്സിനുള്ളിലൊക്കെ എന്താ ഒരു ആപ്ലിക്കേഷൻ ഡിസ്ക്ലോസ് ചെയ്തില്ല, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ഒരു റെപ്രസെന്റേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ റെപ്രസെന്റേഷൻ ആരുടെ മുമ്പിലായിരിക്കും കൊടുക്കുക? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ഇവിടെ ആൻസർ ആയിട്ട് വരിക? വേഗം ആലോചിച്ചേ, വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ ഡി ആട്ടോ. ഐദർ ബി ഓർ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അതായത് രജിസ്ട്രാറോ അല്ലെങ്കിൽ ഗവൺമെന്റോ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. കാരണം എന്താണ്, ഇപ്പോ ഈ ഒരു കാര്യം സെക്ഷൻ 7 പറയുന്നുണ്ട്. നമ്മുടെ റെപ്രസെന്റേഷൻ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ റെപ്രസെന്റേഷൻ കൊടുക്കുമ്പോൾ അതിനു മുമ്പ് ഈ ആപ്ലിക്കേഷൻ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തത് ചിലപ്പോൾ അത് രജിസ്ട്രാർക്ക് നേരിട്ടായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ എങ്ങനെയാ നമ്മൾ നേരത്തെ പറഞ്ഞു ഗവൺമെന്റിന് വേണമെങ്കിൽ രജിസ്ട്രാറിന്റെ പവർ വേറൊരാൾക്ക് കൊടുക്കാന്ന്. അപ്പൊ അങ്ങനെ കൊടുത്ത ആ ഒരാൾക്കാണ്, അതായത് രജിസ്ട്രാറിന്റെ പവർ കിട്ടിയ ഒരാൾക്ക്, ഗവൺമെന്റ് പവർ കൊടുത്ത ഒരാൾക്കാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തെങ്കിൽ എന്ത് പറ്റും? ആ കേസിൽ രജിസ്ട്രാർക്കല്ല, രജിസ്ട്രാറിന്റെ പവർ ഉള്ള വേറൊരാൾക്കാണ് ആപ്ലിക്കേഷൻ കൊടുത്തെങ്കിൽ പിന്നെ റെപ്രസെന്റേഷൻ കൊടുക്കുമ്പോൾ അത് കൊടുക്കേണ്ടത് ആർക്കാണ്? രജിസ്ട്രാർക്കാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ആ ഒരു കേസിൽ. അല്ല, രജിസ്ട്രാർക്ക് നേരിട്ടാ കൊടുത്തെങ്കിലോ പിന്നെ റെപ്രസെന്റേഷൻ കൊടുക്കുമ്പോൾ അത് രജിസ്ട്രാർക്ക് തന്നെ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അത് ആർക്ക് കൊടുക്കും? ഗവൺമെന്റിന് കൊടുക്കും. അതുകൊണ്ടാണ് ഇവിടെ ബി ഓർ സി വന്നെ. ഇപ്പൊ രജിസ്ട്രാർക്കല്ല, രജിസ്ട്രാറുടെ പവർ, ഗവൺമെന്റ് രജിസ്ട്രാറുടെ പവർ വേറൊരാൾക്ക് കൊടുത്തു, അയാൾക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചെങ്കിൽ, രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ അയച്ചെങ്കിൽ നമ്മൾ റെപ്രസെന്റേഷൻ അയക്കുമ്പോൾ ആർക്കയക്കും? രജിസ്ട്രാർക്ക് അയക്കും. ഇപ്പൊ രജിസ്ട്രാർക്കാണ് നേരിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തെങ്കിൽ ആർക്കയക്കും? ഗവൺമെന്റിനായിരിക്കും റെപ്രസെന്റേഷൻ അയക്കുക. ഓർത്തു വയ്ക്കുക. അതുപോലെ ഈ റെപ്രസെന്റേഷൻ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ ആ റെപ്രസെന്റേഷൻ അനുസരിച്ച് ഗവൺമെന്റോ അല്ലെങ്കിൽ രജിസ്ട്രാർക്കോ ആർക്കാണോ നമ്മൾ ആ റെപ്രസെന്റേഷൻ കൊടുത്തത് അവര് ഒരു 60 ദിവസത്തിലുള്ള എന്ത് ചെയ്യണം? ആ ഒരു റെപ്രസെന്റേഷൻ നോക്കിയിട്ട് അതിനുള്ള ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യണം, ഡയറക്ഷൻസ് കൊടുക്കണം. റെസ്പെക്റ്റീവ് ആയിട്ടുള്ള അതോറിറ്റിക്ക് അതിനു വേണ്ടിയുള്ള ഡയറക്ഷൻസ് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഡയറക്ഷൻസ് കൊടുത്തിരിക്കണം. ഓക്കെ, 60 ഡേയ്സിനുള്ളിലാണ് റെപ്രസെന്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാറോ അല്ലെങ്കിൽ ഗവൺമെന്റോ ആർക്കാണോ റെപ്രസെന്റേഷൻ കിട്ടിയത്, സൊസൈറ്റി ആർക്കാണോ റെപ്രസെന്റേഷൻ കൊടുത്തത് അവര്, അതൊന്നെങ്കിൽ രജിസ്ട്രാർ ആയിരിക്കാം അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കാം, അവരെന്ത് ചെയ്യണം? ഈ ഒരു റെപ്രസെന്റേഷൻ നോക്കിയിട്ട് 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? 60 ദിവസത്തിനുള്ളിൽ ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരിക എന്താണ്? ആൻസർ ഐദർ ബി ഓർ സി ആണ് വരിക. അതായത് റിലേറ്റഡ് ടു രജിസ്ട്രേഷൻ ദ ആപ്ലിക്കന്റ് മേ മേക്ക് എ റെപ്രസെന്റേഷൻ ബിഫോർ ഐദർ രജിസ്ട്രാർ ഓർ ഗവൺമെന്റ്. അപ്പൊ അതിന്റെ റീസണും എങ്ങനെ വരുമ്പോഴാണ്, ഏത് കേസിലാണ് രജിസ്ട്രാറുടെ മുമ്പിൽ റെപ്രസെന്റേഷൻ കൊടുക്കുന്നത്, ഏത് കേസിലാണ് ഗവൺമെന്റ് മുമ്പിൽ റെപ്രസെന്റേഷൻ കൊടുക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Next question, what is the registration fee when area of operation of the society is more than a taluk but less than a district? അതായത് രജിസ്ട്രേഷൻ ഫീ നമുക്കറിയാലേ, അതായത് ഏരിയ ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച് രജിസ്ട്രേഷൻ ഫീയിൽ എന്താ വ്യത്യാസം വരും ഇല്ലേ? അപ്പൊ രജിസ്ട്രേഷൻ ഫീയിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച് വ്യത്യാസം വരുമ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് താലൂക്കിനേക്കാളും കൂടുതലാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ, പക്ഷെ എന്താണ് ഫുൾ ഡിസ്ട്രിക്ട് ഇല്ല, ഡിസ്ട്രിക്റ്റിനേക്കാളും കുറവാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. അങ്ങനെ വരുമ്പോൾ രജിസ്ട്രേഷൻ ഫീ എത്രയായിരിക്കും?
ഓപ്ഷൻ എ 2000, ഓപ്ഷൻ ബി 4000, ഓപ്ഷൻ സി 5000, ഓപ്ഷൻ ഡി 10,000. അപ്പൊ എത്രയായിരിക്കും വരിക? ഇവിടെ എത്രയായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ ബി 4000. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന കേട്ടോ, പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 4000, 4000 രൂപയാണ് വരിക. ഓക്കെ, ഇപ്പൊ താലൂക്കിന്റെ ഒരു താലൂക്കാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ എങ്കിലോ 2000 വരും. 2000 ആയിരിക്കും അവിടെ രജിസ്ട്രേഷൻ ഫീ വരാ. താലൂക്കിനേക്കാളും കൂടുതലുണ്ട്, പക്ഷെ ഒരു ഡിസ്ട്രിക്റ്റിന്റെ ഉള്ളിലാണെങ്കിലോ 4000 വരും. ഇപ്പൊ ഫുൾ ഡിസ്ട്രിക്ട് ആണെങ്കിൽ, ഒരു ഹോൾ ഡിസ്ട്രിക്ട് ആണെങ്കിലോ 5000 വരും. ഇപ്പൊ ഒരു ഡിസ്ട്രിക്റ്റിന് കൂടുതലാണെങ്കിലോ 10,000 വരും. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ ഇപ്പൊ SC/ST സൊസൈറ്റീസ്, വുമൺ സൊസൈറ്റീസ് ഒക്കെ ആണെങ്കിലോ എത്ര രൂപ? അവിടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. റുപ്പീസ് എത്രയായിരിക്കും? 500 ആയിരിക്കും അവിടെ. 500 ആയിരിക്കും അവിടെ നമുക്ക് രജിസ്ട്രേഷൻ ഫീ വരിക. അതുപോലെ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ ആണെങ്കിലോ 100 രൂപയായിരിക്കും കേട്ടോ രജിസ്ട്രേഷൻ ഫീ. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോ താലൂക്ക്, ഒരു താലൂക്ക് ആണെങ്കിൽ 2000 രൂപ, ഒരു താലൂക്കിനേക്കാളും കൂടുതലാണ് ഡിസ്ട്രിക്റ്റിന് താഴെയാണെങ്കിലോ 4000 രൂപ. അതുപോലെ ഒരു ഡിസ്ട്രിക്റ്റ് ഫുൾ ആയിട്ടുണ്ടെങ്കിൽ 5000, ഒരു ഡിസ്ട്രിക്റ്റിനേക്കാളും കൂടുതലാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ എങ്കിൽ 10,000. അതുപോലെ തന്നെ SC/ST അല്ലെങ്കിൽ വുമൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ ആണെങ്കിൽ 500 രൂപ. അതുപോലെ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് സൊസൈറ്റീസ് ഒക്കെ ആണെങ്കിലോ 100 രൂപയാണ് വരിക. ഓക്കെ, നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ഇൻ ഡ്യൂപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഏത് ഫോമിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുക? ഏത് ഫോമിലാണ്? ഫോം നമ്പർ 2, ഫോം നമ്പർ 3, ഫോം നമ്പർ 3A, നൺ ഓഫ് ദിസ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? ഏതായിരിക്കും? വേഗം പറഞ്ഞേ. ഡ്യൂപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ ഏതാ? ഫോം നമ്പർ 3A. ഫോം നമ്പർ 3Aയിലാണ് എന്താ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ, നോട്ട് ചെയ്യുക. അതുപോലെ നമുക്കറിയാം 39 ഫോംസ് ഉണ്ടല്ലേ, 39 ഫോംസ് ഉണ്ട്. അപ്പൊ ഈ ഫോംസ് ഒക്കെ എന്താണ് ഈ ഫോമിലൊക്കെ വരുന്നത് അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം, ചോദിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ ഫോം നമ്പർ 3യിൽ എന്താ? ഫോം നമ്പർ 3യും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോം നമ്പർ 3യിൽ എന്താണ് വരിക? ഫോം നമ്പർ 3യിൽ വരുന്നത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് അല്ലെ. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോം നമ്പർ 3. ഫോം നമ്പർ 3Aയിലോ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഫോം നമ്പർ 2ലോ? ഫോം നമ്പർ 2ൽ വരുന്നത് നമ്മൾ പറഞ്ഞു രജിസ്ട്രാർക്ക് ആപ്ലിക്കേഷൻ കിട്ടുമെന്ന്. അപ്പൊ ഈ ആപ്ലിക്കേഷൻ അനുസരിച്ച് സൊസൈറ്റിയുടെ ഓരോ വിവരങ്ങളൊക്കെ ഫോം നമ്പർ 2ലാണ് എന്താ റെക്കോർഡ് ചെയ്യുക രജിസ്ട്രാർ. അതാണ് ഫോം നമ്പർ 2ൽ വരുന്നത്. രജിസ്ട്രാർ ആപ്ലിക്കേഷൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓരോ ആപ്ലിക്കേഷനും നോക്കിയിട്ട് അതിൽ സൊസൈറ്റിയുടെ ഓരോ വിവരങ്ങൾ റെക്കോർഡ് ചെയ്യും. അതെവിടെയാണ്? ഫോം നമ്പർ 2 ആണ് വരിക. ഫോം നമ്പർ 3 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത്. ഫോം നമ്പർ 3Aയോ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയി. ഈ ഫോംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഫോം 1 എന്തിനാണ്, 2 എന്തിനാണ്, 3 അതുപോലെ 4, 5 അതൊക്കെ എന്തിനാന്നൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയവർക്ക് അറിയാം അല്ലെ, ഫോംസിനെ പറ്റി പല ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊക്കെ നോക്കി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എവറി സൊസൈറ്റി ഷാൽ കമൻസ് വർക്കിംഗ് വിത്തിൻ, അതായത് എല്ലാ സൊസൈറ്റിയും എപ്പോൾ വർക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൊസൈറ്റിയും വർക്ക് എപ്പോൾ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? വിത്തിൻ ഓപ്ഷൻ എ 60 days, ഓപ്ഷൻ ബി 3 months, ഓപ്ഷൻ സി 6 months, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? എവറി സൊസൈറ്റി ഷാൽ കമൻസ് വർക്കിംഗ് വിത്തിൻ എത്ര ദിവസം? ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക എന്താ? 3 months അല്ല. പലർക്കും കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. 6 months ആണ് ആൻസർ വരിക. എവറി സൊസൈറ്റി ഷാൽ സ്റ്റാർട്ട് വർക്ക് വിത്തിൻ 6 months ആഫ്റ്റർ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ 6 monthsനുള്ളിൽ എന്താ 6 മാസത്തിനുള്ളിൽ അവര് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ 6 മാസത്തിനുള്ളിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ രജിസ്ട്രാർക്ക് ഒരു റീസൺ പറഞ്ഞു. രജിസ്ട്രാർക്ക് ആ റീസൺ എന്താ വാലിഡ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ടൈം എക്സ്റ്റെൻഡ് ചെയ്യും. അതൊരിക്കലും എന്താ 6 monthsനേക്കാളും കൂടുകയില്ല. അപ്പൊ ഈ 6 monthsനുള്ളിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യും? രജിസ്ട്രാർ ടൈം അലൗ ചെയ്യും. അതെന്താണ്? ലെസ് ദാൻ 6 months ആയിരിക്കും. 6 monthsനേക്കാളും കൂടുതലായിരിക്കില്ല, ലെസ് ദാൻ 6 months ആയിരിക്കും അവിടെയും വരിക. അവിടെ ഒരു 6 monthsന് താഴെയാണ് ടൈം കിട്ടുള്ളൂ. അതിനുള്ളിൽ എന്താ വർക്ക് കമൻസ് ചെയ്തിരിക്കണം. അതുപോലെ 3 months എന്താ വന്നെ? 3 months ഫസ്റ്റ് ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ള, അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് ജനറൽ മീറ്റിംഗ് എന്താ ഈ ഒരു 3 മാസത്തിനുള്ളിൽ നമ്മൾ കണ്ടക്ട് ചെയ്യണം അല്ലെ. അതുപോലെ 6 monthsന്റെ കേസ് എവറി സൊസൈറ്റി ഷാൽ കമൻസ് വർക്കിംഗ് വിത്തിൻ 6 months ഏത് റൂളിലാ പറയണേ? റൂൾ 7ലാണ് പറയുന്നത് കേട്ടോ. റൂൾ 7ലാണ് ഈ ഒരു കേസ് പറയുന്നത്. അതുപോലെ റൂൾ 8ലാണ് ഫസ്റ്റ് ജനറൽ മീറ്റിംഗിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. ഈ ഫസ്റ്റ് ജനറൽ മീറ്റിംഗ് എന്തിനാണ് നടത്തുന്നത്?
പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ, അതുപോലെ തന്നെ ആ ഒരു വർഷം എന്തൊക്കെയാണ് നടക്കേണ്ടത്, പ്രോഗ്രാംസ്, അതുപോലെ ബഡ്ജറ്റ്, അതുപോലെ ബൈലോസ് റീഡ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, അതുപോലെ മെമ്പേഴ്സിന്റെ അഡ്മിഷൻ എടുക്കുക, ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിനൊക്കെ വേണ്ടിയാണ് ഫസ്റ്റ് ജനറൽ മീറ്റിംഗ് നടത്തുന്നത് കേട്ടോ. നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഫസ്റ്റ് ജനറൽ മീറ്റിംഗിൽ അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ അയച്ചപ്പോൾ സൈൻ ചെയ്ത ഇൻഡിവിജ്വൽസ്, റിക്വസ്റ്റ് ചെയ്ത ഇൻഡിവിജ്വൽസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ചീഫ് പ്രൊമോട്ടർ ആയിരിക്കും എന്താ ഈ ഒരു ഫസ്റ്റ് ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യുക കേട്ടോ. ചീഫ് പ്രൊമോട്ടർ ആയിരിക്കും. നോട്ട് ചെയ്യാം. അപ്പോൾ 6 monthsനുള്ളിലാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 3 monthsനുള്ളിൽ എന്താണ്, 3 monthsനുള്ളിൽ ഒരു ഫസ്റ്റ് ജനറൽ മീറ്റിംഗ് നടത്തണം. അത് റൂൾ 8 പറയുന്നത്. Okay, next question. Which of the following should not be stated in a notice of general body meeting? General body meeting in the notice ഉണ്ടാവാൻ പാടില്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. അതായത് ജനറൽ ബോഡി മീറ്റിംഗ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് നമ്മളൊരു നോട്ടീസ് അയക്കണം അല്ലെ. ജനറൽ ബോഡി മീറ്റിംഗ് നടക്കാണ്, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടക്കാണെന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് അയക്കണം. ആ നോട്ടീസ് എത്ര ദിവസത്തിന് മുമ്പായിരിക്കണം? ഒരു 15 days ക്ലിയർ ഡേയ്സ് വേണം. അതായത് ഈ ജനറൽ ബോഡി മീറ്റിംഗ് തുടങ്ങണേക്കാളും 15 ദിവസം മുമ്പെങ്കിലും ആയിരിക്കണം എന്താ 15 days ഗ്യാപ്പ് വേണം ഈ ഒരു നോട്ടീസ് കൊടുക്കാനായിട്ട്. ഇത് റൂൾ 8A പറയുന്നത്. റൂൾ 8A ഈ ഒരു കേസ് പറയുന്നത്. അപ്പോൾ 15 ക്ലിയർ ഡേയ്സ് വേണം നോട്ടീസിന്റെ മീറ്റിംഗിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഷുഡ് നോട്ട് ബി, നോട്ട് ചെയ്യണം. ഷുഡ് എന്നല്ല, ഷുഡ് നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷുഡ് നോട്ട് ബി സ്റ്റേറ്റഡ് ഇൻ ദ നോട്ടീസ് ഓഫ് എ ജനറൽ ബോഡി മീറ്റിംഗ്. ജനറൽ ബോഡി മീറ്റിംഗിന്റെ നോട്ടീസിൽ നമ്മൾ സ്റ്റേറ്റ് ചെയ്യാൻ പാടില്ലാത്തത്, കൊടുക്കാൻ പാടില്ലാത്തത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്ലേസ്, ഓപ്ഷൻ ബി ഡേറ്റ് ആൻഡ് ടൈം, ഓപ്ഷൻ സി അജണ്ട, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പൊ ഏതായിരിക്കും വരിക ഇവിടെ ആൻസർ? ഏതായിരിക്കും? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ വരിക? പ്ലേസ് നമുക്കറിയാം, കൊടുക്കണം അല്ലെ. അല്ലെങ്കിൽ ജനറൽ ബോഡി മീറ്റിംഗ് എവിടെയാണ് നടക്കണമെന്ന് അറിയോ? അതുപോലെ ഡേറ്റ് ആൻഡ് ടൈം കൊടുക്കണ്ടേ? ഏത് ടൈമാണ്, ഏത് ടൈമിലാണ് ഡേറ്റ്, ഏത് ദിവസമാണ്? ഓക്കെ, അപ്പൊ അജണ്ട ആയിരിക്കും. അജണ്ട വരുമോ? അജണ്ടയും എന്താ കൊടുക്കണോ അല്ലെ. അപ്പൊ ആൻസർ വരിക എന്താ? നൺ ഓഫ് ദ എബവ് ആണ് ആൻസർ ആയിട്ട് വരിക. നൺ ഓഫ് ദ എബവ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വന്നെ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഡേറ്റും പ്ലേസും ഡേറ്റും, അതായത് എവിടെ വച്ച് നടക്കുന്നു, ഏത് ദിവസം നടക്കുന്നു, ഏത് സമയം, ടൈമും അതുപോലെ അജണ്ടയും എന്താ ഈ ഒരു നോട്ടീസിൽ, ജനറൽ ബോഡി നോട്ടീസിൽ കൊടുക്കണം. അതുപോലെ ജനറൽ ബോഡി മീറ്റിംഗിന്റെ നോട്ടീസിൽ കൊടുക്കണം. ഈ ജനറൽ ബോഡി മീറ്റിംഗിന്റെ നോട്ടീസ് എന്ന് പറഞ്ഞാൽ എത്ര ദിവസം മുമ്പായിരിക്കണം? 15 ദിവസം മുമ്പെങ്കിലും ഈ ഒരു നോട്ടീസ് കൊടുക്കണം. ഇത് ഏത് റൂളിലാണ്? റൂൾ 8A ഇതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചു എന്താണ്? 6 monthsനുള്ളിൽ ആ ഒരു വർക്ക് കമൻസ് ചെയ്യണം. അതുപോലെ 3 monthsനുള്ളിൽ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് നടത്തണം. അതുപോലെ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗിൽ ആരാണ് കൺവീൻ ചെയ്യണേ, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നതെന്നൊക്കെ നമ്മൾ നോക്കി അല്ലേ. അത് കഴിഞ്ഞ് ഇവിടെ എന്താണ്? ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നോട്ടീസിൽ എത്ര ദിവസം മുമ്പാണെന്ന് നോക്കി, എത്ര ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണമെന്ന് നോക്കി. അതുപോലെ എന്തൊക്കെയാണ് പ്ലേസും ഡേറ്റും ടൈമും അജണ്ടയും ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിന്റെ നോട്ടീസ് കൊടുക്കുമ്പോൾ അതിൽ വേണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ അമെൻമെന്റ് ടു ചേഞ്ച് ദ ഫോം ഓർ എക്സ്റ്റെന്റ് ഓഫ് എ ലയബിലിറ്റി of a society shall be approved by a resolution passed by dash majority of the members present and voting. അതായത് ഒരു ലയബിലിറ്റി, ചേഞ്ച് ഓഫ് ലയബിലിറ്റി നമുക്കറിയാം സെക്ഷൻ 10 ചേഞ്ച് ഓഫ് ലയബിലിറ്റി പറയുന്ന സെക്ഷൻ 10 അപ്പോൾ ലയബിലിറ്റി എന്താ ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു റെസൊല്യൂഷൻ പാസ്സായാൽ മാത്രമാണ് എന്താ സൊസൈറ്റിക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ ചേഞ്ച് ഓഫ് ലയബിലിറ്റി. അങ്ങനെ റെസൊല്യൂഷൻ പാസ് ആവണമെങ്കിൽ ഒരു മീറ്റിംഗിൽ പ്രസന്റ് ആൻഡ് വോട്ട് ചെയ്തവരുടെ എത്ര മെജോറിറ്റി വേണം? ഓപ്ഷൻ എ 1/2, ഓപ്ഷൻ ബി 1/3, ഓപ്ഷൻ സി 2/3, ഓപ്ഷൻ ഡി 2/5. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? എത്ര മെജോറിറ്റി ഉണ്ടെങ്കിലാണ് ആ റെസൊല്യൂഷൻ പാസ് ആവുള്ളൂ? ഓക്കെ, എത്ര മെജോറിറ്റിയാ? 2/3 ആണ് ആൻസർ ആയിട്ട് വരിക. ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. 2/3 മെജോറിറ്റി വേണം. അതായത് ഒരു ചേഞ്ച് ഓഫ് ലയബിലിറ്റി വരണമെങ്കിൽ, ലയബിലിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ, സൊസൈറ്റി അപ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു റെസൊല്യൂഷൻ പാസ് ആവണം. ആ റെസൊല്യൂഷൻ പാസ് ആവണമെങ്കിലോ ആ ഒരു മീറ്റിംഗിൽ പ്രസന്റ് ആൻഡ് വോട്ട് ചെയ്തവരുടെ 2/3 മെജോറിറ്റി ഉണ്ടെങ്കിലാണ് റെസൊല്യൂഷൻ പാസ് ആവുള്ളൂ. ഓക്കെ, ചേഞ്ച് ഓഫ് ലയബിലിറ്റി സെക്ഷൻ 10 പറയുന്നത്. അതുപോലെ റൂൾ 12 പ്രൊസീജിയേഴ്സ് റിലേറ്റിംഗ് ടു ചേഞ്ച് ഓഫ് ലയബിലിറ്റി പറയുന്നത്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇവിടെ മെജോറിറ്റി എത്രയാണ്? 2/3 ആണ് വേണ്ടത്. മിക്കപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ,
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു JCAയുടെയും CSEBയുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടാനായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിനെ പറ്റി നമുക്ക് അറിയാം, സഹകരണ മേഖലയിൽ സംബന്ധിച്ച് വളരെയധികം എക്സാംസ് വരുന്നുണ്ട് ഈ ഒരു വർഷം. ഇനി കേരള ബാങ്ക് ജൂനിയർ ക്ലർക്കും കൂടി അടുത്ത് തന്നെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും എക്സാംസ് ഉണ്ട്. അപ്പോൾ ആ എക്സാംസ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വർഷം നന്നായിട്ട് നിങ്ങൾ ഇതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഉറപ്പായിട്ട് ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നല്ലൊരു സേഫും സെക്യൂർ ആയിട്ടുള്ള ജോലിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നന്നായിട്ട് പഠിക്കുക. നമ്മുടെ എൻട്രിയ ടീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ്. നിങ്ങൾക്ക് പറ്റുന്നത്ര ക്ലാസ് തരുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സസും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ ഉണ്ട്. അതുപോലെ തന്നെ നോട്ട്സ് തരുന്നുണ്ട്. അതുപോലെ എക്സാംസ് ഉണ്ട്. എക്സാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻട്രിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാംസ് ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും പ്ലസ് അഡ്വാൻസ് ക്വസ്റ്റ്യൻസും കൂടി ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൾട്ടീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ വിവരം അറിയാനായിട്ട് JCAയുടെ ആണെങ്കിലും കേരള ബാങ്കിൻ്റെ ആണെങ്കിലും അതുപോലെ നമ്മുടെ CSEBയുടെ ആണെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നമ്മൾ CSEB ആയിട്ടും അതുപോലെ JCA എക്സാംസ് കേരള ബാങ്ക് എക്സാം ആയിട്ട് റിലേറ്റ് ചെയ്ത് പുതിയ ഇൻഫോർമേഷൻസ് വരുമ്പോൾ ഉടനടി നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതൊക്കെ കിട്ടാനൊക്കെ വേണ്ടി വേഗം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.